പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആത്മവിശ്വാസവും പ്രൈസ് ആൻഡ് അപ്രീസിയേഷൻ, അതായത് ആത്മവിശ്വാസവും ഒരാളെ അഭിനന്ദിക്കുന്നതും അവനെ സ്തുതിക്കുന്നതും അവൻ്റെ കഴിവുകളെ കുറിച്ച് ഉയർത്തി പറയുന്നതും ഒരാളുടെ ആത്മവിശ്വാസത്തെ വളർത്തുമോ ഉയർത്തുമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇന്ന് നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും പ്രൈസ് ആൻഡ് അപ്രീസിയേഷൻ ഒരാളെ ഉയർത്തുകയും വളർത്തുകയും തന്നെ ചെയ്യും. നമുക്ക് മറ്റൊരാളുടെ കഴിവുകൾ അതെത്ര ചെറുതായാലും അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. നമുക്ക് മറ്റൊരാളുടെ കഴിവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു, ഇനിയും ഉയരണം, ഇനിയും വളരണമെന്ന് നമുക്ക് ആശംസിക്കാനായിട്ട് സാധിക്കും. ഒരു ചെറുതായിക്കൊള്ളട്ടെ. ഇപ്പോൾ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് LKG UKG ആദ്യത്തെ 5 വർഷക്കാലമൊക്കെ കുട്ടികൾക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിരിക്കണമെന്നാണ് എറിക് എറിക്സൺ എന്നുള്ളവരെ പോലെയുള്ളവരൊക്കെ പറയുന്നത്. അവരൊക്കെ കുട്ടികളുടെ മനഃശാസ്ത്രം കാര്യമായിട്ട് പഠിച്ചവരാണ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല. ആദ്യ കാലഘട്ടമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രത്തോളം പ്രോത്സാഹനങ്ങൾ, എത്രത്തോളം അപ്രീസിയേഷൻ നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുവോ. ഒരു പടം വരച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതെന്തിനു കൊള്ളാം? അല്ലെങ്കിൽ 10 മാർക്ക് മേടിച്ചു കൊണ്ടുവന്നാൽ നല്ല കാര്യം. 10 മാർക്ക് ഇല്ലേ, അടുത്ത പരീക്ഷയ്ക്ക് മോനത് 10ൽ നിന്ന് 12 ആക്കണോട്ടാ. ഇങ്ങനെ നമുക്ക് ഒരിക്കലും 10 മാർക്ക് ഉള്ള എന്ന് ചോദിച്ച് അവനെ അല്ലെങ്കിൽ അവളെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട്, ആ ഉള്ളതിൽ ആ കുട്ടിക്ക് അപ്രീസിയേഷൻ, പ്രോത്സാഹനം കിട്ടുവാനായിട്ട്, അമ്മേ അവർക്ക് 20 മാർക്ക് കിട്ടി, എനിക്ക് 10 ഉള്ളൂ, അതിനെന്താ മോനെ, അതിനെന്താ മോളെ, നമുക്ക് അടുത്ത പ്രാവശ്യം അതുപോലൊരു 20 മാർക്കാക്കി മേടിക്കാം, മോന് സാധിക്കും, മോക്ക് സാധിക്കും. ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, ഇപ്പോൾ ലോകകപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ ടീമൊക്കെ വരുന്നത്, എത്ര വലിയ ടീം വർക്കാണ് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ക്യാപ്റ്റന്മാർ, അവരെ മോണിറ്റർ ചെയ്യുന്നവരൊക്കെ, അവരൊക്കെ ഈ TV-യിൽ നോക്കിയിരുന്ന് ഓരോരുത്തരുടെയും കളികളൊക്കെ പഠിച്ചാണ് വരുന്നത്. ഇപ്പോൾ ക്രിക്കറ്റ് മാച്ചും അതുപോലെ ഫുട്ബോൾ മാച്ചിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കിയവരും ഗോൾ അടിച്ചവരെയൊക്കെ കണ്ടു പഠിക്കുകയാണ് അവർ കുത്തിയിരുന്ന്. എങ്ങനെ കൈ ഉയർത്താം, എങ്ങനെ ആ ഗോളിലേക്ക് പോസ്റ്റ് അവരെ ഗോൾ ഇത് ചെയ്തത് അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടാണ് വളരെ ഉത്സാഹത്തോടെ, വളരെ കരുതലോടെ ഓരോന്നും പഠിച്ചാണ് അവർ കളിക്കളത്തിലേക്ക് വരുന്നത്. ലോകകപ്പൊക്കെ കാണുമ്പോൾ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കാണണല്ലേ. ഇത് എത്രയോ വർഷത്തെ പരിശ്രമങ്ങളാണെന്നറിയാം. ഒരു ക്യാപ്റ്റൻ, ഒരു ടീമായിട്ടിരുന്ന് ഒരു വർക്ക് ചെയ്യാണ്. ഇവിടെയൊക്കെ ഒത്തിരി അപ്രീസിയേഷൻ ആവശ്യമാണ്, ഇവിടെയൊക്കെ ഒത്തിരി പ്രൈസ് ആവശ്യമാണ്. അവരെ നമ്മൾ സ്തുതിക്കുക. നമ്മൾക്കൊരു അത് റിലീജിയസ് ടേം ആണെങ്കിലും നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണം. ഇന്ന വശത്തുനിന്ന്, ഇന്ന തരത്തിൽ, ഇന്ന രീതിയിലുള്ള ഇതുണ്ടായിരിക്കാം, ഗോൾ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പെർഫോം ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ഒരാൾക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ക്രിക്കറ്റ് താരമൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ നോക്കി, എല്ലാത്തിൻ്റെയും പിറകിൽ ഒരു ടീം വർക്ക് ഉണ്ട്. ഈ ടീം വർക്കാണ് ശരിക്കും മാതാപിതാക്കൾ വീട്ടിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അധ്യാപകർ സ്കൂളിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗുരുക്കന്മാർ അതുപോലെയുള്ളവർ ഈ ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ ചെയ്യുന്നത്. ഈ അപ്രീസിയേഷനാണ്. ഓരോ വ്യക്തിയുടെയും കഴിവിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഒരാൾ ഫോർവേഡ് ആയിരിക്കാം, ഒരാൾ ബാക്ക്വേഡ് ആയിരിക്കാം, ഒരാൾ സെൻറ്റർ ആയിരിക്കാം, ഇത് ഓരോരുത്തരുടെയും കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫലപ്രദമായിട്ടുള്ള, എല്ലായിടത്തും ഈ കുടുംബമാണ് അതിൻ്റെ പ്രഥമ തലം, സ്കൂള് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മക്കളൊക്കെ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരൊരു കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ, കപ്പിളാണെങ്കിൽ, നമുക്ക് നമ്മുടെ മക്കളെ എങ്ങനെ ഈ അവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കും? കൊച്ചിലേ തുടങ്ങി അവരെ പിച്ച വെച്ച് നടക്കുമ്പോൾ തുടങ്ങി പ്രോത്സാഹനങ്ങളൊക്കെ ഇപ്പോൾ റീൽസിലൊക്കെ കാണാം. കുട്ടികളൊക്കെ ഗായകരൊക്കെ ആയിട്ടുള്ളവർ കുട്ടികളെ ചെറുപ്പത്തിലേ ആയിരിക്കുമ്പോൾ മൂളി കൊടുക്കുകയാണ് അവർ.
അതുപോലെ കഴിഞ്ഞ ദിവസം റീൽസിൽ ഒരു കൊച്ചു കരയുമ്പോഴൊക്കെ പപ്പ തബല അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം തബല അടിക്കുന്ന സമയത്ത് കുട്ടി കരയില്ല. അപ്പം പിന്നെ കുട്ടി വീണ്ടും കരയാൻ തുടങ്ങും, വീണ്ടും തബല അടിക്കാൻ തുടങ്ങും. അപ്പം അവനൊരു മ്യൂസിക് സ്പിരിറ്റ് വളർത്തിയെടുക്കുന്നവനെ പപ്പ ഈ ചെയ്യുന്ന തബലയടിയിലൂടെയാണ്, അല്ലെങ്കിൽ ഗിത്താർ വായിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഓർഗൻ പ്ലേ ചെയ്യുമ്പോഴാണ്. ഇത് ഇങ്ങനെ കുട്ടികളുടെ ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ചില റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അവർ വളർത്തുന്നു, പ്രൊഫസറാകണോ, അല്ലെങ്കിൽ ടീച്ചറാകണോ, അല്ലെങ്കിൽ പ്രസംഗകനാകണോ, അല്ലെങ്കിൽ ഡോക്ടറാകണോ, അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ടേസ്റ്റിനനുസൃതമായിട്ട് അവരെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്രീസിയേഷൻ വളരെ വലുതാണ്. അവരെ കുട്ടികളെപ്പോഴും നമുക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ട്യൂഷനൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ പഠിക്കാത്ത കുട്ടികൾ അവർ തോൽക്കുമെന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തിയാണ്. അപ്പോൾ അവരുടെ മനസ്സിലൊക്കെ അനുഭവിക്കുന്ന വേദനകൾ, പഠിക്കുന്ന കുട്ടികൾ ഇത്രയും പേര് ജയിക്കും, ഇത്രയും പേർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും, ഇത്രയും പേർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടും, അതനുസരിച്ച് അവരെ ഫോം ചെയ്യുക ഈ ക്ലാസ്സിൻ്റെ അകത്തിരുന്ന്. എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ നേരിട്ട് 1983, 84 കാലഘട്ടങ്ങളിലൊക്കെ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് അങ്ങനെയല്ല. അപ്പോൾ ഓരോ കുട്ടികൾക്കും അപ്പം നിങ്ങൾക്ക് 210 മാർക്ക് മേടിച്ച് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കുട്ടികൾക്ക് കൊടുത്തിട്ട് ആ കുട്ടികൾ അതനുസരിച്ച് ഫോം ചെയ്ത് എടുക്കാൻ സാധിക്കുമ്പോഴാണ് ആ സ്കൂളിൻ്റെ വിജയം എന്ന് പറഞ്ഞ്. ഇപ്പം സ്കൂളുകളുടെ ചട്ടവട്ടങ്ങളൊക്കെ മാറി കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവർക്കും ഫുൾ A+ മേടിക്കാൻ വേണ്ടി പരിശ്രമിച്ച്, ഒരു കുട്ടി മോശമാണെങ്കിൽ കുട്ടികൾക്ക് പ്രത്യേക ട്യൂഷനൊക്കെ കൊടുത്ത് മാതാപിതാക്കന്മാർ വിളിച്ച് പ്രത്യേക അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇതിന് പിറകിൽ മറ്റൊരു കാലഘട്ടവും ഉണ്ടായിരുന്നുവെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്രീസിയേഷൻ കൊടുക്കുന്നവരായിരിക്കണം. മറ്റുള്ളൊരു വളർച്ചയ്ക്ക് വേണ്ടി നമ്മേക്കാൾ കഴിയുന്നത്ര പ്രോത്സാഹനങ്ങൾ തരണം. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാവർക്കും വേണ്ടി കയ്യടി നടത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ചെറിയ വിജയത്തിന് പോലും വലിയൊരു അപ്രീസിയേഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ആ കുട്ടിയുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ എത്രത്തോളം വലുതായിട്ട് വളരുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ ഇപ്പോൾ പുതിയ മന്ത്രിസഭയൊക്കെ വന്ന് വളരെയധികം ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റൊക്കെ കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ യുവതലമുറയ്ക്ക് പ്രത്യേകമായിട്ട് വാഹനങ്ങൾക്കൊക്കെ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമാണ്. അവർക്കൊരു പുതിയ എനർജിയാണ്. നമുക്ക് എപ്പോഴും എനർജി കൊടുക്കുന്നവരായിട്ട് തീരാം. എനർജി എവിടെയുണ്ടോ, അതായത് പ്രോത്സാഹനങ്ങൾ എവിടെയുണ്ടോ, എവിടെയെല്ലാം അപ്രീസിയേഷൻ ഉണ്ടോ അവിടെയെല്ലാം വളർച്ചയുണ്ടാകും. അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരായിട്ട് തീരാൻ, പ്രൈസ് ചെയ്യുന്നവരായിട്ട് തീരാൻ, പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ട് തീരാൻ, ഒരു ചെറിയ വളർച്ചയെ പോലും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്ത് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് എല്ലാവരും കഴിവുള്ളവരാണ്. എല്ലാവർക്കും സാധിക്കും എന്നുള്ള ചിന്ത കൊടുക്കാനായിട്ട് നമ്മളെക്കാളാകാവുന്ന വിധത്തിൽ അപ്പനാകട്ടെ, അമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, അധ്യാപകനാകട്ടെ, ഗുരുവാകട്ടെ, ഏത് പ്രൊഫഷനിലുള്ളവരാകട്ടെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ട് തീരുക. ഒരിക്കലും നിരാശപ്പെടുത്താനായിട്ട് നമ്മുടെ നാവുകൾ ഒരിക്കലും ഇടയാകാതിരിക്കട്ടെ. ഒരു മനോഹരമായിട്ട് പുഞ്ചിരി സാധിക്കട്ടെ നിനക്ക് എന്ന് പറയാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കാനായിട്ട് അച്ഛൻ്റെ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട്, മറ്റൊരു വിഷയമായിട്ട്, മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.